ഹലോ, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിട്ടുള്ളത് 3 വ്യത്യസ്ത തരത്തിലുള്ള കുലുക്കി സർബത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇപ്പം നല്ല ചൂടാണല്ലോ, അപ്പോൾ ഈ ചൂടത്ത് ഇതുപോലുള്ള കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഉന്മേഷം കിട്ടും നമുക്ക്. അപ്പോൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്കസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഏകദേശം ഒരു 1/4 കപ്പോളൊക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ കസ്കസൊക്കെ നന്നായിട്ട് കുതിർന്ന് കിട്ടും. കസ്കസൊക്കെ നന്നായിട്ട് വീർത്ത് വരും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ കസ്കസൊക്കെ ഇപ്പോൾ ഇവിടെ നല്ല പോലെ വീർത്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഷുഗർ സിറപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് പഞ്ചസാരയിലോട്ട് 1 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് ഷുഗർ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ പോംഗ്രനേറ്റിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. ഒരു പോംഗ്രനേറ്റിൻ്റെ ജ്യൂസാണ്. പിന്നെ ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓറഞ്ചും പോംഗ്രനേറ്റും ഒക്കെ വെച്ചിട്ടാണ് ഞാൻ കുലുക്കി സർബത്തിന് ഫ്ലേവർ കൊടുക്കുന്നത്. ആദ്യം നാരങ്ങ കുലുക്കി സർബത്ത് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടി ഒരു ഗ്ലാസ്സിലേക്ക് ഒരു നാരങ്ങ 4 ചെറിയ പീസായി കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് നെടുകെ കീറിയതിൽ നിന്ന് ഒരു ഭാഗം മാത്രം ഈ ഗ്ലാസ്സിലേക്ക് ഇടാം. പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസിൽ നിന്ന് 2 ടീസ്പൂൺ കസ്കസും കൂടെ ഈ ഗ്ലാസ്സിലേക്ക് ചേർക്കാം. പിന്നെ നാരങ്ങ നീര് 4 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 3 നാരങ്ങയുടെ ജ്യൂസാണ് ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. ഷുഗർ സിറപ്പും നാരങ്ങ നീരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനും അളവിനും അനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 1/4 കപ്പ് ഷുഗർ സിറപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് പഞ്ചസാര ചേർക്കരുത് കേട്ടോ. കുലുക്കി സർബത്തൊക്കെ ഉണ്ടാക്കുമ്പോൾ ഷുഗർ സിറപ്പാണ് ചേർക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ 2 ഐസ് ക്യൂബാണ് ഇതിലേക്ക് ഇടുന്നത്. ഇനിയിപ്പോൾ ഈ ഗ്ലാസ്സിൽ കുലുക്കിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. മറ്റൊരു ഗ്ലാസ്സും കൂടെ വെച്ചിട്ട് നന്നായിട്ട് കുലുക്കിയെടുത്താൽ മതി. ഞാനിപ്പോൾ കുലുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു കുപ്പിയിലേക്ക് ഒഴിച്ചു വെക്കുകയാണ്. കുപ്പിയിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള മൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് കുലുക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വെള്ളമൊക്കെ കുപ്പിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലുള്ള പച്ചമുളകും നാരങ്ങി ഐസ് ക്യൂബൊക്കെ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ കുലുക്കി സർബത്ത് ഇതുപോലുള്ള കുപ്പികളിലാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ കുപ്പികളിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കുന്ന ചേരുവകളെല്ലാം ഞാനിപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഗ്ലാസ്സിലേക്ക് ചേർത്തത്. അപ്പോൾ ഗ്ലാസ്സിൽ കുലുക്കി എടുക്കുന്നവർ ഗ്ലാസ്സിൽ തന്നെ ചേർക്കുക. കുപ്പികളിലാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് കുപ്പിയിലോട്ട് തന്നെ ചേർത്താൽ മതി. അപ്പോൾ ഐസ് ക്യൂബൊക്കെ ഞാനിപ്പോൾ ഈ കുപ്പികളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മൂടി വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് കുലുക്കിയെടുക്കുക. ഒരു 2-3 സെക്കൻഡൊക്കെ കുലുക്കിയെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കുലുക്കി സർബത്ത് റെഡിയായി കിട്ടും. എല്ലാ ചേരുവകളും നന്നായിട്ട് മിക്സായി വരും. അപ്പം ഞാനിതിപ്പോൾ നല്ല പോലെ കുലുക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. ഇനിയിപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ കുലുക്കി എടുക്കുമ്പോൾ തന്നെ ഈ ഉപ്പ് ചേർക്കണം കേട്ടോ. ഞാൻ വിട്ടുപോയതാണ്. അപ്പോൾ നിങ്ങൾ കുലുക്കി സർബത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഉപ്പ് മറക്കാതെ ചേർക്കുക. അപ്പോൾ നമ്മുടെ കുലുക്കി സർബത്ത് ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് പകർത്തിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നാരങ്ങ കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് മിക്സ് ആവാൻ വേണ്ടിയിട്ടൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമുക്ക് വീട്ടിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പോംഗ്രനേറ്റിൻ്റെ കുലുക്കി സർബത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പോംഗ്രനേറ്റിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ. ഒത്തിരി അരച്ചെടുക്കരുത്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെഡ് കളർ കിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് പോംഗ്രനേറ്റിൻ്റെ ജ്യൂസ് എടുക്കുക. പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/4 കപ്പോളം ഷുഗർ സിറപ്പാണ് ചേർക്കുന്നത്. പിന്നെ നാരങ്ങ നീര് ചേർക്കുക. ഞാനിപ്പോൾ 4 ടീസ്പൂൺ നാരങ്ങ നീര് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഷുഗർ സിറപ്പും നാരങ്ങ നീരും ഒക്കെ നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക. പിന്നെ ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസാണ്. 2 ടീസ്പൂൺ കസ്കസ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെർവ് ചെയ്യുമ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടി വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഞ്ചിനീരിൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ ഇഞ്ചിനീരൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കുലുക്കിയെടുക്കുക. അപ്പോൾ ഇത് ഞാനിപ്പോൾ നല്ല പോലെ ഇവിടെ കുലുക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് ഗ്ലാസ്സിലോട്ട് പകർത്താം. കണ്ടില്ലേ, നല്ല കളർഫുൾ ആയിട്ടുള്ള കുലുക്കി സർബത്താണ്. ഞാനിപ്പോൾ ഈ 3 ഫ്ലേവറിൽ ഉണ്ടാക്കിയ കുലുക്കി സർബത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് പോംഗ്രനേറ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഓറഞ്ചിൻ്റെ കുലുക്കി സർബത്താണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടി ഒരു ഓറഞ്ചിൻ്റെ ജ്യൂസ് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓറഞ്ച് ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ തന്നെയാണ് ജ്യൂസ് എടുത്തിട്ടുള്ളത്. ഓറഞ്ച് ജ്യൂസ് കുപ്പിയിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർക്കാം. 1/4 കപ്പ് ഷുഗർ സിറപ്പാണ് ഞാനിപ്പോൾ ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തതായിട്ട് നാരങ്ങാനീര് ചേർക്കാം. 4 ടീസ്പൂൺ നാരങ്ങാനീരാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. പിന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ കുതിർത്ത് വെച്ചിട്ടുള്ള കസ്കസിൽ നിന്ന് 2 ടീസ്പൂൺ കസ്കസ്, ഇനി നല്ല തണുത്ത വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 1 ഗ്ലാസ് ഓറഞ്ച് കുലുക്കി സർബത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 3/4 ഗ്ലാസോളം വെള്ളവും 1/4 ഗ്ലാസോളം ഓറഞ്ച് ജ്യൂസുമാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് കുലുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ നല്ല പോലെ കുലുക്കിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ടേസ്റ്റിൽ നമുക്ക് കുലുക്കി സർബത്ത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി കുലുക്കി സർബത്ത് ഉണ്ടാക്കാൻ. അപ്പോൾ നമ്മുടെ ഓറഞ്ച് കുലുക്കി സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊരു ഗ്ലാസ്സിലോട്ട് പകർത്താം. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഓറഞ്ച് കുലുക്കി സർബത്തും. സത്യം പറഞ്ഞാൽ 3 കുലുക്കി സർബത്തും നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ 2 ഐസ് ക്യൂബും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഓറഞ്ച് കുലുക്കി സർബത്തിൻ്റെയും അതുപോലെ പോംഗ്രനേറ്റ് അതുപോലെ നാരങ്ങ കുലുക്കി സർബത്തൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഔട്ട്ഡ്രോ പറയുന്നതിന് മുമ്പ് ട്രെൽ എന്ന ആപ്പിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. നിങ്ങളുടെ കയ്യിൽ ആൻഡ്രോയിഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലും ഐഫോൺ ആണെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറിലും പോയിട്ട് ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫോൺ നമ്പറൊക്കെ കൊടുത്തതിന് ശേഷം ട്രെൽ കമ്മ്യൂണിറ്റി ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിൽ ഷോപ്പ് എന്നൊരു ഓപ്ഷൻ കാണും കേട്ടോ. അതിൽ പോയിട്ട് നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ പ്രൊഫൈൽ കാണാൻ പറ്റും. അപ്പോൾ നേഹ ഫുഡ് സ്റ്റോറീസ് എന്ന പേരിൽ തന്നെയാണ് ഞാൻ ട്രെല്ലിലും പേജ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൽ ഒരുപാട് വെറൈറ്റി റെസിപ്പികൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി മുതൽ യൂട്യൂബിലിടുന്ന വീഡിയോസ് എല്ലാം ഞാൻ അതിലും അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ട്രെല്ലിലും എൻ്റെ നേഹ ഫുഡ് സ്റ്റോറീസ് പേജിൽ ഞാനിടുന്ന റെസിപ്പികളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും മറക്കാതെ ട്രെൽ എന്ന ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് നേഹ ഫുഡ് സ്റ്റോറീസ് പേജ് ഒന്ന് ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ മറ്റൊരു അടിപൊളി റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.